നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തുണ്ടാക്കിയ പ്ലെയർ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആ പ്ലെയർ ഉണ്ടാക്കിയെന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാമേ. ഇത് നമ്മൾ റഫായിട്ട് അങ്ങ് ചെയ്യുന്നുള്ളൂ കേട്ടോ, അല്ലാതെ പ്രത്യേകിച്ച് ഒരുപാട് ഡീറ്റെയിൽ ഒന്നും ഇല്ല. ലാസ്റ്റ് ഒരു പെയിന്റിംഗ് ഉണ്ട്, ബാക്കിയെല്ലാം റഫായിട്ട് അങ്ങ് ചെയ്യുവാണ് കേട്ടോ. പക്ഷേ ഒറിജിനൽ ഒരു ലുക്ക് വരാൻ വേണ്ടി മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്ലെയർ ആണ് കേട്ടോ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തേക്കുന്നത്. മാക്സിമം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ റഫായിട്ട് ഇതിനൊന്ന് വരച്ചെടുക്കാമേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ റഫായിട്ടൊരു പ്ലാൻ വരച്ചെടുത്തേക്കുന്നത്. ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഫൈനൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു പീസും കൂടെ നമുക്ക് വേണം. ശരിക്കും ഇങ്ങനത്തെ സാധനങ്ങൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വരച്ചേക്കുന്ന അത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ആ സമയത്ത് കട്ടർ തന്നെയാണ് നമ്മുടെ ഗൈഡ്. കാരണം കട്ടർ ഒരു സമയത്തും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. നമ്മൾ ഹാൻഡ് സ്റ്റഡി ആയിട്ട് പിടിക്കുക, ഏകദേശം ലൈൻ ഫോളോ ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള കട്ടിങ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എൻ്റെ മെത്തേഡ് അതാണ്, പലരും പല മെത്തേഡ് ആയിരിക്കും കേട്ടോ. ഇത് അങ്ങനെ നമ്മുടെ പ്ലെയറിന്റെ ഫസ്റ്റ് പീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഒരെണ്ണോടെ കട്ട് ചെയ്തെടുക്കണം. കട്ടിങ് അത്ര പെർഫെക്റ്റ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് ഇത് ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് സാധനങ്ങൾ ചെറുത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഇത്രയും വലിയൊരു സാധനം ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ചെറുത് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ഒന്ന് വലുത് ഉണ്ടാക്കാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് മെഷർമെന്റ് ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത് വരച്ചതിന്റെ മുകളിലേക്ക് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് കേട്ടോ കറക്റ്റ് ഐഡിയ കിട്ടിയത്. ഞാൻ ആദ്യം വിചാരിച്ചത് മൊത്തം തെറ്റിപ്പോയെന്നാണ്. പക്ഷേ ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ഓക്കെ ഇവിടെ ക്ലോസ്ഡ് ആയിട്ടിരിപ്പുണ്ട്. ഇതുണ്ടോ നമ്മുടെ പ്ലെയറിന്റെ ഷേപ്പ് ഏകദേശം അതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പീസ് കൂടെ കട്ട് ചെയ്തെടുക്കണേ. ഇപ്പോൾ രണ്ടാമത്തെ പീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ രണ്ട് പീസുമാണ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് കളയേണ്ടതാണ് കേട്ടോ, അന്നേരത്തേക്ക് ഇത് കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പ് ആയിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ തിക്നെസ് നമുക്കൊരു പ്ലെയറിന്റെ രീതിയിൽ ആക്കി എടുക്കണം. സത്യം പറഞ്ഞാൽ ഈ രണ്ട് പീസ് കട്ട് ചെയ്തപ്പോൾ തന്നെ കൈയൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ ചെറിയ കട്ടർ വെച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്. പക്ഷേ ഇനി ഇത് കട്ട് കൂട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലെ കുറേ പീസുകൾ ഇനി കട്ട് ചെയ്തെടുക്കണം. ഇതിന്റെ ഫുൾ ബോഡി നമുക്ക് 2 വേണം. അതുപോലെ ഇടയ്ക്ക് വെക്കാനുള്ള പീസുകളെല്ലാം കട്ട് ചെയ്തെടുക്കണേ. അതെല്ലാം പെട്ടെന്ന് അങ്ങ് സെറ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് കുറച്ച് തിക്നെസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ശരിക്കും ഒരു ലെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ അങ്ങ് ഒട്ടിക്കുകയാണ് കേട്ടോ. ഇനി ഇത് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ഒട്ടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗണ്ണ് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതങ്ങ് ഒട്ടിച്ച് കൊടുക്കണം.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രെയിം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇങ്ങോട്ട് വെച്ച് ഇങ്ങനെ ഒട്ടിക്കണം. എവിടെയൊക്കെ ചെറിയ സ്പേസിൻ്റെ പ്രശ്നമുണ്ട്, അത് കുഴപ്പമില്ല, കാരണം ഇത് മൊത്തം നമുക്ക് എന്തായാലും റാപ്പ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലെയറിൻ്റെ ഈ പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും നമ്മൾ ഒട്ടിക്കത്തില്ല, കാരണം മറ്റത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കിനാണ് കേട്ടോ ഇവിടെ ഷേപ്പ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ മറ്റതും കൂടെ ഒട്ടിച്ചെടുക്കാമേ. ഇതങ്ങനെ ഫൈനലി നമ്മുടെ 2 പീസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സാധനമാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല സമയം എടുത്തു. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഇവിടെ നമ്മളൊരു 4 ലെയർ ഈ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അപ്പോൾ ഞാനിത് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ഈ ഒരു പൊസിഷനാണ് കേട്ടോ വരുന്നത്. ഇതിനകത്തൂടെ നമ്മളൊരു ഹോൾ ഇട്ടിട്ട് ഒരു സ്ക്രൂ കൊടുക്കും. അതേപോലെ നമ്മുടെ പ്ലെയർ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓപ്പൺ ചെയ്യായിരിക്കും ഫിറ്റ് ചെയ്ത് കഴിയുമ്പം, കാരണം കാർഡ്ബോർഡ് ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ലെഗും കൂടെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതിനുശേഷം ഇതിൻ്റെ കവറും ഉണ്ടാക്കണം. ഫൈനലി നമ്മുടെ 2 പീസും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഞാൻ പെയിന്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചാർട്ട് പേപ്പർ മേടിച്ചിട്ടുണ്ട്. ഈ ചാർട്ട് പേപ്പർ 2 കളർ നമ്മൾ അങ്ങ് ഇതിലേക്ക് ഒട്ടിക്കുവാണ് കേട്ടോ, ഫുൾ കവർ ചെയ്ത്.
പിന്നെ ഈ ഒരു ഹാൻഡിലും കൂടെ നമുക്ക് സെറ്റ് ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇതിനു മുമ്പത്തെ വീഡിയോയുടെ 1 മിനിറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. ഇങ്ങനെ നമ്മുടെ 2 പാർട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ സെൻറ്ററിൽ നമ്മളൊരു ഹോൾ ഇട്ട് ഇതങ്ങ് കണക്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിയൽ പ്ലെയർ വർക്ക് ചെയ്യുന്ന പോലെ നമുക്കിത് ഓപ്പൺ ചെയ്യാനും അപ്പോൾ അതും കൂടെ ചെയ്യാമേ. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ പ്ലെയർ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ഫസ്റ്റിലത്തെ ഒരു 1 മിനിറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ ഒരു സാധനം ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ നമുക്കിത് പപ്പാനെ ഒന്ന് കാണിച്ചു നോക്കാം കേട്ടോ. കാരണം പപ്പായുടെയാണ് ഈ ടൂൾസ്, നമ്മുടെ വീട്ടിലെ ടൂൾസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന പപ്പയാണ് കേട്ടോ, എല്ലാം എടുത്ത് വെക്കുന്നത്. പപ്പാനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കാം. പപ്പ ഇടയ്ക്ക് ഒന്ന് നോക്കിയായിരുന്നു, അപ്പോൾ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ എക്സ്പ്രഷൻ എന്നറിയാം. എന്താ മനസ്സിലായോ? എങ്ങനെയുണ്ട്? എന്തായാലും പിടിച്ചു നോക്കി. എന്താ ആ ബോക്സെ പിടിച്ചു നോക്കി. ഈ ബോക്സ് ഒന്ന് എടുത്തു നോക്കി. അമ്മേ സാധാരണ ചെറിയ സാധനങ്ങളല്ല ഉണ്ടാക്കുന്നേ, ഒരു വലിയ സാധനം ഉണ്ടാക്കി പപ്പാടെ കയ്യില്. എന്നായിരിക്കും പിന്നെ ഇത് ഇത്ര വലിയ പ്ലെയർ എവിടെയെങ്കിലും മേടിക്കാൻ കിട്ടുമോ? വീഡിയോ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാ. വലിയ സാധനം ഇതുവരെ കണ്ടിട്ടില്ലല്ലേ, അതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്.